ഈ അവ്യക്തിനെ ആർക്കും അങ്ങനെ എത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. കാരണം മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോൾ അതിൽ രക്ഷാപ്രവർത്തകർ എടുത്ത് ഓടുന്ന ഫോട്ടോ ഒക്കെ വലിയ രീതിയിൽ നമ്മളൊക്കെ ചർച്ച ചെയ്താണ്. അവ്യക്ത് ഇപ്പോൾ മുണ്ടൂരാണ്, മുണ്ടൂരിലെ സ്കൂളിലാണ് ഇനി പഠനം അല്ലേ? പുതിയ സ്കൂളിൽ പോവാണ്. ഒരു വിഷമമുണ്ടോ പഴയ സ്കൂളിൽ മാറണേന്റെ? ഇല്ല, കുഴപ്പമില്ല. വെള്ളാർമലയിൽ നിന്ന് അവര് അധ്യാപകർ തന്ന ബാഗാണോ അത്? മാഷുമാര് തന്നതാ ബാഗാ? അതിട്ടാണ് പുതിയ സ്കൂളിലേക്ക് പോണേ. പുതിയ സ്കൂളിൽ എന്തൊക്കെ ഒരുക്കണേന്നറിയോ? മുണ്ടൂര് അറിയില്ല, പറഞ്ഞില്ല, മാഷുമാരൊന്നും പറഞ്ഞില്ല. വ്യക്താണെന്ന് മുഖ്യാതിഥി സ്കൂളിലെ, അതറിയോ? മെയിനാണ്. അപ്പൊ സന്തോഷമുണ്ടോ ഇപ്പൊ പുതിയ സ്കൂളിലേക്ക് ആവുകയാണ്? ഇപ്പൊ അന്നത്തെ ഒരു സംഭവം ചേച്ചി അന്ന് ഉണ്ടായിരുന്നല്ലോ, അതില് പെട്ട ഒരാളാണല്ലോ. അപ്പൊ ഇവിടെ പുതിയ സ്കൂളിലേക്കും പുതിയ ജീവിതം മാറുകയാണല്ലേ? ഇത് അവനെ സംബന്ധിച്ച് പുതിയ ലോകമാണ്. പുതിയ കൂട്ടുകാര്, പുതിയ ടീച്ചേഴ്സ്, പുതിയ സ്കൂള്, പിന്നെ അവൻ്റെ കൂടെ അനിയത്തിയില്ല. അതിൻ്റെ ഒരു വിഷമം എന്തായാലും ഉണ്ട്. അവൻ്റെ ഫ്രണ്ട്സ് ഇല്ല, അതൊക്കെ അങ്ങനെ അതിൽ സംഭവിച്ചു പോയി. അതിൻ്റെ ഒരു വിഷമമുണ്ട്. മുഖ്യാതിഥി അവ്യക്താണ് അവിടുത്തെ പറഞ്ഞിരുന്നില്ലേ അധ്യാപകര്? പറഞ്ഞു. ഇപ്പൊ ഒരു ഇനി അടുത്ത ഒരു വർഷം ആവാറാണ് ആ ദുരന്തം നടന്നിട്ട്. അപ്പൊ 5ാം ക്ലാസ്സിലേക്കാണോ അവ്യക്ത ആവുന്നത്? എങ്ങനെയാണ്? ക്ലാസ് ഏതാണ് അവ്യക്തിന്റെ? പോകുമ്പോ 5ാം ക്ലാസ് ആവാണ്. അപ്പൊ ഒരു പുതിയ ജീവിതമാണ് അവ്യക്ത. അവ്യക്തിന് കളിക്കാനൊക്കെ ഇഷ്ടമാണോ? പഠിക്കാൻ ഏത് വിഷയം ഇഷ്ടം? പരിസര പഠനമാണ്. ഏത് ഡ്രസ്സൊക്കെ മാറ്റണ്ടേ? പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോകണ്ടേ? അപ്പൊ ഇനി തകർക്കണം അല്ലേ? ഏതായാലും അവ്യക്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി അധികം നേരം ശല്യപ്പെടുന്നില്ല. കാരണം അവ്യക്തിന് ഇനി കുളിക്കണം, ഡ്രസ്സ് മാറണം, അങ്ങനെ കുറെ ജോലികളുണ്ട്. പെട്ടെന്ന് എത്തണം. 9 മണിയാകുമ്പോഴേക്കും സ്കൂളിൽ എത്തണം. വൈകി കഴിഞ്ഞാൽ ആദ്യ ദിവസം തന്നെ വൈകണ്ടല്ലേ? അപ്പോൾ നമുക്ക് അവ്യക്തിനെ ഇനി ഇവിടെ നിന്ന് റെഡി ആവാൻ വേണ്ടി വിടാം. ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.